ഞാനിപ്പോൾ ഉള്ളത് കണ്ടനാടുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ്. ഇവിടെ ഇന്നും താരങ്ങൾ ഒരുപാട് പേർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ടിനി ടോം അടക്കമുള്ളവർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നലെ രാത്രി നടൻ കുഞ്ചാക്കോ ബോബൻ അടക്കമുള്ളവർ രാത്രി വന്നിരുന്നു. ഒരുപാട് സാധാരണക്കാരായ ഒരുപാട് പേരാണ് അദ്ദേഹത്തിൻ്റെ സിനിമകൾ കണ്ട് ആസ്വദിച്ച, ചിരിച്ച, ചിന്തിപ്പിച്ച ഒരുപാട് പേരാണ്. ആയിരങ്ങളാണ് ഇന്നലെ അന്ത്യാഞ്ജലി അർപ്പിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലും ടൗൺ ഹാളിലുമായിട്ട് എത്തിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ ഇന്നലെ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി എത്തിയിരുന്നു. ഔദ്യോഗിക ബഹുമതികളോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം സംസ്കരിക്കുക. അദ്ദേഹത്തിന് ഏറെ ഇഷ്ടമുള്ളതാണ് ഈ ഒരു ഗ്രീൻ ഹൗസ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇഷ്ടമുള്ളൊരു സ്ഥലത്തായിരിക്കും അദ്ദേഹത്തിൻ്റെ അന്ത്യനിദ്ര. എന്തായാലും മലയാളി പ്രേക്ഷകർക്ക് ഒരു തീരാനഷ്ടം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വിയോഗം. അദ്ദേഹത്തിന് സിനിമാ മേഖലയുമായി, തമിഴ് സിനിമാ മേഖലയുമായിട്ടൊക്കെ ഒരുപാട് ബന്ധമുണ്ട്. രജനീകാന്ത് അടക്കമുള്ള താരങ്ങൾ എത്തുമെന്ന് പറയുന്നുണ്ട്. എത്തുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. പക്ഷേ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ പ്രിയ താരം എത്തുമോ എന്നാണ് എല്ലാവരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. എന്തായാലും ഇന്നും ഒരു സങ്കടകരമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കണ്ടനാടുള്ള വീട്ടിലുള്ളത്. വാക്കാൽ പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്തത്ര ലോസാണ്. ഒരുപക്ഷെ ഒരിക്കലും നമ്മുടെ പല ഇൻഡസ്ട്രിയിലും നമ്മൾ കാണാറുണ്ട്, ലെജൻസ് ഒക്കെ വൺസ് ദേ ലീവ് അസ് അപ്പോഴാണ് നമ്മൾ അവരെ ഓർക്കാറുള്ളത്. പക്ഷെ ശ്രീനി സാറിനെ നമ്മൾ എല്ലാ ദിവസവും, ഇൻഡസ്ട്രിയിലുള്ളവർ മാത്രമല്ല നമ്മളെല്ലാവരും തന്നെ ഒരുപാട് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം തന്ന കോൺട്രിബ്യൂഷൻ നോട്ട് ജസ്റ്റ് ആസ് സിനിമ, ആസ് എ പേഴ്സൺ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്തതാണ്. അതിൽ നിന്ന് ഇൻസ്പിറേഷൻ എടുക്കുന്നു. ഒരുപാട് നന്ദി പറഞ്ഞു. ഇവിടെ പറയുന്ന സമയം എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടാണ് ഇവിടെ കുടുംബത്തിൽ. സോ ഐ ഡോണ്ട് നോ വാട്ട് എൽസ് ടു സേ, ബട്ട് ഐ ഹോപ്പ് ഹി റെസ്റ്റ്സ് ഇൻ പീസ്. താങ്ക് യു.